എന്റെ ദേഷ്യവും വിഷമവും ഒന്നും നീ കണക്കിലെടുക്കണ്ട. ഇനി നിന്റെ ആവശ്യം അവന്തികയ്ക്കല്ല, അർച്ചനയ്ക്കാ. തകർച്ചയുണ്ടാവാൻ പോകുന്നതേ അവക്കാ. കാരണം നിവർത്തി കെട്ട് നിൽക്കുമ്പോ ഞാൻ എടുത്ത് പ്രയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ആയുധം ഞാൻ ഉടനെ വിളിച്ചു പറയും. അർച്ചന അമ്മയാവില്ല എന്നുള്ള സത്യം. എന്റെ ആ വാക്കുകൾ മതി അർച്ചന എന്നേക്കുമായി അവന്തികയുടെ മുമ്പിലേക്ക് വരാതിരിക്കാൻ. അതാ ഞാൻ പറഞ്ഞത് നിന്റെ ആവശ്യം അവിടെയാണെന്ന്. അതറിഞ്ഞു കഴിയുമ്പോ ഒരിക്കലും ആശ്വാസം കിട്ടാത്ത അർച്ചനയ്ക്ക് നിന്റെ ആശ്വാസവാക്കുകളുണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ. അമ്മയാവാൻ കാത്തിരിക്കുന്ന അർച്ചനയുടെ ആ കാത്തിരിപ്പ് തീരുന്ന ദിവസമാണ് ഇനി നിന്റെ ചേച്ചിയെ നീ പൂർണ്ണ സന്തോഷവതിയായി കാണാൻ പോകുന്നത്. സച്ചി അച്ഛനാവില്ല എന്നറിയുമ്പോഴുള്ള ആ ഒരു പെടപ്പുണ്ടല്ലോ, അതെനിക്ക് നേരിട്ട് കാണണം. ഒരു കുഞ്ഞ് എന്ന സ്വപ്നത്തിൽ നിന്ന് അതിൽ വാ നമുക്ക് അകത്ത് പോകാം. അർച്ചനെ, എനിക്ക് നിന്നോടൊപ്പം സംസാരിക്കാനുണ്ട്. സംസാരിച്ചോളൂ, അല്പമാക്കണ്ട, വിശദമായിട്ട് എന്നെ സംസാരിച്ചോ. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും എന്റെ വഴികളും വ്യത്യസ്തമാണെന്ന്. ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ? ആ വഴികളിൽ തടസ്സമായിട്ട് നിന്നിട്ടുള്ളപ്പോഴൊക്കെ നിന്നെ ഞാൻ വിരട്ടിയിട്ടുണ്ട്. ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടുമുണ്ട്. പിന്നെന്താ ഇപ്പൊ പ്രശ്നം? ഒഴിഞ്ഞു മാറിപ്പോവാൻ സ്ഥലം കിട്ടുന്നില്ല ഇപ്പോ? ഇനി ഒഴിഞ്ഞു മാറിപ്പോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ മറ്റൊന്നും വിചാരിക്കരുത്. നിങ്ങൾ പറയുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. പറയാനുള്ള കാര്യം മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ടൊന്ന് പറയാമോ? അതിന് കൂടുതൽ പറയാനൊന്നുമില്ല. ഇന്നലെ നീ കാണിച്ചതുപോലുള്ള ചീപ്പ് ഷോ നിർത്തണം. ഇന്നലത്തെ നിന്റെ ഫോട്ടോഷൂട്ട് പരിപാടി ഇനി എന്റെ മുമ്പിൽ കാണിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. ഓ, അതാണോ കാര്യം? അതിന് ഞാൻ എന്ത് കാണിച്ചെന്ന്? ധനുഷിന്റെ സ്നേഹയുടെയും വിവാഹത്തിന്റെ ഫോട്ടോഷൂട്ടില് ഞാൻ എന്റേതായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അത്രയല്ലേ ഉള്ളൂ. അല്ല, അതിനിപ്പോ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്റെ പ്രശ്നം തൽക്കാലം നീ അറിയണ്ട. ഞാൻ പറയുന്ന നീ അങ്ങ് അനുസരിച്ചാ മതി. പറ്റില്ല.